ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. മസാല ദോശ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശ റെസിപ്പി ആയിട്ടാണ്. നല്ല മുരിഞ്ഞ ദോശയും ഒരു സ്പെഷ്യൽ മസാലയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് വെളുത്ത അവിൽ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് ഉഴുന്നും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഒരു 7 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിലാണ് 3/4 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുള്ളത്. ഇനി ഉഴുന്ന് മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മൾ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന അവിലുണ്ടല്ലോ, അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുകൂടി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളക്കുറുവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ടൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോഴത്തെ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി 7 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇനി ഈ പച്ചരി മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാല ദോശ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ജാറിലോട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലും ഒട്ടും തരികളൊന്നും ഉണ്ടാവരുതേ. ഇനി ഈ മാവ് നമുക്ക് ഉഴുന്ന് അരച്ച് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം കൈ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വരും. ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഓവർ ടൈറ്റും അല്ല എന്നാൽ ഓവർ ലൂസും അല്ല. ഈ ഒരു പാകത്തിലാണ് മാവ് റെഡിയാക്കി വെക്കേണ്ടത്. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, ഒരു 3 വറ്റൽമുളക് അരിഞ്ഞത്, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണേ, കരിഞ്ഞു പോകരുത്. ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 5 പച്ചമുളക് അരിഞ്ഞു ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ ഇനി ഇതിലോട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരു 2 വലിയ ഉള്ളി അരിഞ്ഞു ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പൊട്ടറ്റോ അരിഞ്ഞു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു തക്കാളി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു മസാലയിൽ ക്യാരറ്റ് ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ടൊരു 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 4 വിസിൽ വന്നോട്ടെ. സാമ്പാർ പൊടി ചേർത്തിട്ടുള്ള മസാല നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കൂട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ 4 വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ട വെജിറ്റബിൾസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഞാനിതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മസാല ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എന്തൊരു ടേസ്റ്റാണെന്ന് അറിയത്തിനെ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദോശമാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 8 ഹവേഴ്സ് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലരൊക്കെ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയത്തേ ചേർക്കാറുള്ളൂ. എനിക്ക് അധികം പുളിയുള്ള ദോശ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ ദോശ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതൊരു തവി എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ദോശ മടക്കിയെടുക്കാം. നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ. ഇതുപോലെ നമുക്ക് അടുത്ത മസാല ദോശയും ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ദോശ റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കാണണേ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മസാല ദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് നല്ല ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ മസാല ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.